everyone, welcome to my channel Mahis Recipes. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മിറർ ഗ്ലേസ് കേക്കാണ്. ഗ്ലേസ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ്, ക്രീം ആൻഡ് ന്യൂട്രൽ ഗ്ലേസ്. ഓക്കെ, അത് തന്നെ നമുക്ക് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ചേർക്കേണ്ട സാധനം എന്തെല്ലാം പറയാം. വൈറ്റ് ചോക്ലേറ്റ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഒരു മെൽട്ടായിട്ടുണ്ട്. അത് ചൂടായതുകൊണ്ട് പുറത്ത് വെച്ചിരുന്ന അത് കുറച്ച് സോഫ്റ്റ് ഉണ്ട്. പിന്നെ അതിലേക്ക് ക്രീം, 1/2 കപ്പ് ക്രീം. നെക്സ്റ്റ് ന്യൂട്രൽ ഗ്ലേസിന് വേണ്ടി ന്യൂട്രൽ ഗ്ലേസാണ് ചേർക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് അവനിലേക്ക് വെക്കുകയാണ് മെൽറ്റ് ചെയ്യാൻ. അവനിൽ വെച്ച് അതെടുത്തിട്ടുണ്ട്. അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നന്നായി ഇളക്കി മെൽട്ടാക്കി എടുക്കുക. മെൽട്ടായിട്ടില്ല, ഒന്നുകൂടി അവനിൽ വെച്ച് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക. അപ്പോൾ നന്നായി അത് മെൽട്ടായി വരും. ഇപ്പോൾ നല്ല റണ്ണിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ഒഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളത് 2 സെപ്പറേറ്റ് ബൗളിലേക്ക് ഒഴിച്ച് അതൊന്ന് കളർ മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫുഡ് കളർ അതിൽ രണ്ടിലേക്കും ഡിഫറെൻറ്റ് കളേഴ്സ്, ഏത് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് മിക്സ് ചെയ്ത് ഡിസൈൻ അവരുടെ എന്താ പറയുക ഭാവനയ്ക്കനുസരിച്ച് ഏതാണ് ഡിസൈൻ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ ബ്ലൂ കളറാണ് മിക്സ് ചെയ്യുന്നത്. ജസ്റ്റ് സ്കൈ ബ്ലൂ ആണ്. അത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. നല്ല കളറുള്ളതാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ബൗളിലേക്കും ഒരു കളേഴ്സ് മിക്സ് ചെയ്യാം. ഏതെങ്കിലും കളർ ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിൽവർ കളർ ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. അത് നിർബന്ധമില്ല, ഏത് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും യൂസ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. എൻ്റെ അടുത്ത് സിൽവർ കളർ ഉള്ളതുകൊണ്ട് മാത്രം ഞാനൊന്ന് ചെയ്ത് നോക്കുന്നത് എങ്ങനെ ഇരിക്കും എന്നറിയാം. പിന്നെ അതിലേക്ക് തന്നെ റെഡ് കളറും ചേർക്കുന്നുണ്ട്. റെഡ് കളർ ഇതും രണ്ടും കൂടി ആ ഒരു കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ച കേക്ക് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി തണുപ്പിച്ചെടുക്കണം. നന്നായി തണുപ്പിച്ചെടുത്ത കേക്കിൽ വേണം ഇത് മുകളിൽ വേണം നമ്മൾ ഒഴിക്കാൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തു. 2 ഗ്ലേസ് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അധികം മിക്സ് ചെയ്യാതെയും ഒഴിക്കാം. ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്തു. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യാം. മിക്സ് ചെയ്യാതെയും ഓരോ ഡ്രോപ്പ് ഒഴിച്ചൊഴിച്ച് അങ്ങനെ ഡിസൈൻ ചെയ്യാം. രണ്ടും മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അവർ കഴിവിനനുസരിച്ച് നല്ല ഭംഗിയാക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ചിലപ്പോൾ പ്ലാൻ ചെയ്യും. ഇത് പ്ലാനൊന്നും ഇല്ലാതെ ചെയ്തതാണ്. അപ്പോൾ നല്ല എത്ര ഭംഗിയാക്കാം അതിനനുസരിച്ച് കേക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഗ്ലേസ് ഒഴിക്കുന്നതനുസരിച്ച് ഒരു ട്രേ അടിയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഗ്ലേസൊക്കെ അതിലേക്ക് മാറ്റാം. ഇത് ഞാനിപ്പം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത് വേറൊരു പാത്രത്തിലേക്ക് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന് മുകളിൽ ഡെക്കറേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. ചോക്ലേറ്റ് ഡെക്കറേഷൻസോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഒന്നും വെക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഭംഗിയുണ്ടാവും. പിന്നെ സിൽവർ കളർ ഞാൻ കൊടുത്തത് കുറച്ച് ഗ്ലിറ്റർ ഫീലിംഗ് ഉണ്ട് അല്ലേ, എഫക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ഫോട്ടോയിൽ എങ്ങനെയാണെന്നറിയില്ല, നല്ല ഒരു ഗ്ലിറ്റർനെസ് തോന്നുന്നുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.